എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 450 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു 4 ക്യാരറ്റ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞ് ഗ്രേറ്ററിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. നമ്മൾ സാധാരണ ക്യാരറ്റ് മെഴുക്കുരട്ടിക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമല്ലോ, അതേപോലെ എടുക്കരുത്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 10-20 കാഷ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ കാഷ്യൂസ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ കാഷ്യൂസൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതിനകത്ത് ചെറിയ ജലാംശം ഉണ്ടാവുമല്ലോ ക്യാരറ്റിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതേപോലെ ഈ ക്യാരറ്റിൻ്റെ ഒരു പച്ച കുത്തലുണ്ടാവുമല്ലോ, അതും മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. നമ്മളിത് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ചക്കുത്തൽ മാറ്റി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു റോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റൊക്കെ ഒന്ന് മതിയാവും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. ഇതിനകത്ത് ജലാംശമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരാൻ. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയും ക്യാരറ്റും രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതിപ്പോൾ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ മധുരത്തിനും അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞു പോകും അടിക്ക് പിടിച്ചിട്ട്. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മിക്സായിട്ട് വരാനുണ്ട്. പഞ്ചസാരയും ക്യാരറ്റും തേങ്ങയും എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ അത് വല്ലാതെ ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൂസിൽ വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങോട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ പിന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഇതിനകത്ത് തന്നെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിനായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ആദ്യം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ അതാ ഒരു ലഡ്ഡുവിൻ്റെ ഷേപ്പിലായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒരു ക്രാക്സും ഒന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതെല്ലാനും റെഡിയാക്കി എടുക്കാം.
അപ്പോൾ വല്ലാതെ ചൂടാറാൻ നിൽക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകം കിട്ടത്തില്ല. അപ്പോൾ ചെറിയ ചൂടോട് കൂടി ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ അതാ നമ്മളിവിടെ എല്ലാ ലഡ്ഡും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 2 എണ്ണം കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 2-3 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു ലഡ്ഡു തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്